നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ഭാരത സന്ദർശനം വളരെ ചെറുതായിരുന്നു. വെറും 2 മണിക്കൂർ മാത്രം. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ദൃഢമാക്കി വിവിധ മേഖലകളിൽ പരസ്പരം സഹകരിക്കുന്നതിനും സൗഹൃദം ശക്തമാക്കുന്നതിനും ധാരണ. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനമുണ്ടായത്. 5 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഉഭയകക്ഷി വ്യാപാരം 2032ഓടെ $200 ബില്യൺ വർദ്ധിപ്പിക്കും. അതായത് 18.17 ലക്ഷം കോടി രൂപയായി വർദ്ധിപ്പിക്കും. പ്രതിരോധ രംഗത്ത് സഹകരിക്കാനും നിർമ്മിത ബുദ്ധി വികസന മേഖലകളിൽ സംയുക്ത പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ക്ലസ്റ്റർ ഇന്ത്യയിൽ സ്ഥാപിക്കാനും ധാരണയായി. ദേശീയ പ്രാധാന്യമുള്ളതും സുരക്ഷ ആവശ്യമുള്ളതുമായ അതിപ്രധാനമായ ഡാറ്റ സുരക്ഷിതമായി കൈമാറ്റം ചെയ്യുന്നതിന് ആദ്യമായി ഡിജിറ്റൽ ഡാറ്റ എംബസി എന്ന സങ്കല്പത്തിന് ഇരു രാജ്യങ്ങളും രൂപം നൽകി. ഇതിനു പിന്നാലെ UAEയുടെ മറ്റൊരു നീക്കവും ചർച്ചയാകുന്നു. ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പിന്മാറി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വിമാനത്താവള മേഖലയിൽ സ്വകാര്യവൽക്കരണം നടപ്പാക്കാൻ പാകിസ്ഥാൻ സർക്കാർ ശ്രമം നടത്തിയിരുന്നു. ഇസ്ലാമാബാദ് രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് UAEക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട കരാറിൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കരാറിൽ നിന്ന് UAE പിന്മാറിയതായി പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രമായ എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. വിമാനത്താവള പ്രവർത്തനങ്ങൾക്ക് പ്രാദേശിക പങ്കാളിയെ കണ്ടെത്താൻ കഴിയാത്തതിനാലാണ് കരാറിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് UAE പറയുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഡൽഹിയിൽ നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നീക്കം ഉണ്ടായതെന്നത് വളരെ ശ്രദ്ധേയമാണ്. 3 മണിക്കൂർ മാത്രമേ നീണ്ടുനിന്നിരുന്നുള്ളൂ ഈ ചർച്ച. പക്ഷേ ഈ ചർച്ചയ്ക്കായി UAE പ്രസിഡന്റ് 6 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്ര നടത്തിയാണ് ഡൽഹിയിൽ എത്തിയത് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായ സംഗതിയാണ്. പക്ഷേ അത് ചൂണ്ടിക്കാട്ടുന്നത് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ലഭിക്കുന്ന പ്രാധാന്യം തന്നെ. UAE പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ ചെന്ന് സ്വീകരിച്ച് ആനയിച്ചു എന്നതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നതിന്റെ തെളിവാണ്. ഭാരതവും UAEയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ പ്രതിരോധ കരാറുകളായിരുന്നു പ്രധാനമെങ്കിലും തന്ത്രപ്രധാനങ്ങളായ മറ്റു ചില വിഷയങ്ങളുടെ ചർച്ചയായിരുന്നു പ്രധാനമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനുമായുള്ള കരാർ തകരാറിനുള്ള കാരണം UAE വ്യക്തമാക്കുന്നില്ല. എന്നാൽ UAEയും സൗദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിനു പിന്നിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി കൂടുതൽ അടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. UAE ഇന്ത്യയുമായും. സൗദി അറേബ്യയുമായി ചേർന്ന് ഇസ്ലാമിക് NATO സഖ്യം രൂപീകരിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ അടുത്തിടെ പ്രതിരോധ കരാർ ഒപ്പുവച്ചിരുന്നു. ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ഇരു രാജ്യങ്ങളെയും ആക്രമിച്ചതായി കണ്ട് ഇടപെടാം എന്നാണ് കരാറിന്റെ കാതൽ. ഈ കരാർ സൗദി അറേബ്യയ്ക്ക് വലിയ കരുത്താണ് നൽകിയത്. കാരണം മുസ്ലിം രാജ്യങ്ങളിലെ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ. അവർ തങ്ങളുമായി സഹകരിക്കുന്നത് സൗദിക്ക് നേട്ടമാണ്. ഇതിന് പിന്നാലെ യമനിലെ വിമതർക്കായി UAE നടത്തിയ ചില ഇടപാടലുകളിൽ സൗദി അറേബ്യ കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു. വിമതർക്ക് ആയുധങ്ങൾ നൽകിയതാണ് സൗദിയെ പ്രകോപിപ്പിച്ചത്. ഇത്തരമൊരു കപ്പൽ സൗദി ബോംബിട്ട് തകർക്കുകയും ചെയ്തിട്ടുണ്ട്. യമനിലെ വിഘടനവാദികളായ SITക്ക് UAE പിന്തുണ നൽകുന്നു എന്ന് ആണ് സൗദിയുടെ ആരോപണം. പിന്തുണയ്ക്കരുത് എന്ന് സൗദി ആവശ്യപ്പെട്ടു. UAEയിൽ നിന്നെത്തിയ കപ്പൽ യമനിൽ വെച്ച് സൗദി സഖ്യം ആക്രമിക്കുകയും ചെയ്തു. ഇതും വൈരം ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. യമനിൽ നിന്ന് UAE സൈന്യം പിന്മാറിയിട്ടുണ്ട്. 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശം അവസ്ഥയിലാണ് ഇപ്പോൾ. പാകിസ്ഥാൻ സൗദിയുമായി അടുക്കുന്നതിൽ UAEക്ക് ഒട്ടും താൽപ്പര്യമില്ല. UAEയുമായുള്ള പ്രതിരോധ കരാറിൽ നിന്ന് യമനും സൊമാലിയയും പിന്നാക്കം പോയത് സൗദി അറേബ്യയുടെ സമ്മർദ്ദഫലമാണ് എന്നായിരുന്നു വാർത്തകൾ. ഈ വേളയിലാണ് UAE ഇന്ത്യയുമായി പ്രതിരോധ കരാർ ഒപ്പുവച്ചത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ഏതാനും മണിക്കൂറുകൾ മാത്രം ഇന്ത്യയിലെത്തി കരാർ ഒപ്പുവച്ചത് വലിയ ചർച്ചയായിരുന്നു. പാകിസ്ഥാനുമായി സൗദി അറേബ്യയും ഇന്ത്യയുമായി UAEയും പ്രതിരോധ കരാർ ഉണ്ടാക്കിയതും അന്തർദേശീയ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടി. സൗദിയുമായും UAEയുമായും അടുത്ത ബന്ധമാണ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്.
UAEയും സൗദി അറേബ്യയും ഒരുപോലെ പാകിസ്ഥാന് സാമ്പത്തിക സഹായവും നിക്ഷേപവും നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ UAE അകലം പാലിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കരാറിൽ നിന്നുള്ള പിന്മാറ്റത്തിലെ സൂചന. സൗദിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും പ്രശ്നം പരിഹരിക്കാനുമുള്ള തീവ്ര ശ്രമങ്ങളുടെ ഭാഗമായാണ് രണ്ടു രാജ്യങ്ങൾക്കും ഒരുപോലെ വേണ്ടപ്പെട്ട ഭാരതത്തെ സമീപിച്ചത് എന്നാണ് സൂചന. ഏഷ്യൻ മേഖലയിൽ മാത്രമല്ല ലോകമെങ്ങും ഭാരതത്തിന് ലഭിക്കുന്ന വലിയ പ്രാധാന്യവും സമാധാനത്തിന്റെ വക്താവ് എന്ന ഖ്യാതിയും നിത്യേന വർദ്ധിക്കുകയാണ്. മുൻകൂട്ടി തീരുമാനിക്കുക പോലും ചെയ്യാതെയാണ് UAE പ്രസിഡന്റ് ഭാരതത്തിലെത്തിയതും മോദിക്കൊപ്പം 2 മണിക്കൂർ ചെലവിട്ടതും. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.